ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മമ്മി കോടാലി കുന്താലിയൊക്കെ ആയിട്ട് പോകും. ഞാനേ ഒത്തിരി കാട് എത്താൻ പോവുകയാണ്. അമ്മ പഠിക്കാൻ പോണോ? മൊത്തത്തിൽ കാട് എടുത്തതാണ്. എത്ര പ്രാവശ്യം മഴ പെയ്യും തോറും കാട് പൊടിച്ചു കയറുന്നുണ്ട്. കുറെ പേര് ചോദിച്ചല്ലേ ഇതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി. അതെ, ഇതാണ്ട് ഈ ചെവര് ആ വീട്ടിന്റെ ഭിത്തി തോറും കാടായിരുന്നു ഞങ്ങളുടെ വാടകയ്ക്ക് വരുന്ന സമയത്ത്. അപ്പോഴാ കാടെല്ലാം ഞാൻ എത്ര പ്രാവശ്യം ചെത്തി വൃത്തിയാക്കിയതാണ്. കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഇപ്പൊ ഇതിന്റെ നടുക്കൂടെയാണ് ഇറക്കുന്നത്. അതുകൊണ്ട് അത്ര ഭാഗം ഓക്കെ ആയി വരുന്നു. നമ്മൾ കൈ കൊണ്ട് പറിച്ചാൽ വരത്തില്ല. അമ്മ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചാലോ? അമ്മ അരി കുറ്റുന്ന വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിക്കാം. ഇനി ഒരു വലിയ അണ്ടാവിൽ വെള്ളം തിളപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഒഴിക്കണം, എന്നാലേ ശരിയാവത്തുള്ളൂ. ഓ, ഇതെല്ലാം വന്ന് തോരൻ വെച്ചത്. ഇതാണ് ഇന്നാള് തോരൻ വെച്ചത്. അടിപൊളിയാണ് കേട്ടാ ഇത്. എനിക്ക് പക്ഷെ തിന്നാൻ ഒരു പേടി. എൻ്റെ ഉമ്മ എങ്ങനെയാണേ, ഇവിടെയൊക്കെ കുറേ പുല്ലുകളുണ്ട്. ഇതിൽ ഏതൊക്കെ ചീര തോരൻ വെക്കാന്നൊക്കെ പറഞ്ഞ് എന്തോന്നൊക്കെ വാരിപ്പറക്കി കൊണ്ടുവന്ന് തോരനൊക്കെ വെച്ച് നമുക്ക് തരും. ഈ പെരേടത്തിൽ തന്നെ ഉണ്ട്. കാടാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. നീക്ക് എന്ത് എന്റെ കുഴപ്പം? ഇത് തഴുതാമ. ഇത് കുഴപ്പമില്ല. ഇത് ക്യാൻസറിനും കുടൽ രോഗത്തിനും എല്ലാത്തിനും നല്ലതാണ്. ഇതാ ഇവിടെയൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. ഞാൻ ഇത് കൂടെ വെക്കാറുണ്ട്. മനുഷ്യന്മാർക്ക് എടാ കുന്നിക്കുരു അതിന്റെ മണ്ടയിലുണ്ട്. ലിയോ വാ. അവൻ വിചാരിച്ച് ഗേറ്റിൽ വന്ന് ആരാ പിടിക്കണം. അതുകൊണ്ടാണ് ഗേറ്റിൽ ആർക്കും തൊടാൻ പറ്റത്തില്ല. നമ്മളൊരു കഥ പറയാം ഗൈസ്. നമുക്ക് ലിയോയെ കിട്ടിയ കഥ. ഇങ്ങനെ മമ്മി 2021 അല്ലേ അമ്മ? ഇറ്റ് വാസ് 2021. ഈ കാര്യങ്ങൾ പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു കുഞ്ഞു സാധനത്തിനെ ഞാൻ കണ്ടു. അത് ഈ തള്ളപ്പട്ടി വയലിന്റെ വയലിലായിരുന്നു പ്രസവിച്ച് കിടന്നത്. എന്നിട്ട് ഇതിനെ കളഞ്ഞിട്ട് എങ്ങോട്ടാ പോയി, പോയി. ഇതെന്തോന്ന്, ഇത് വണ്ടിയുടെ ഇടയിൽ ചെന്ന് കയറി. മെയിൻ റോഡായിരുന്നു. അപ്പൊ വണ്ടിയുടെ ഇടയിൽ ചെന്ന് കയറി. കണ്ണ് തുറന്ന് നടക്കുന്ന കുഞ്ഞ്, ഒരു മനുഷ്യ കുഞ്ഞ് അങ്ങനെയാണ് പ്രസവിച്ചിട്ടിട്ട്. പക്ഷെ ഓടുന്ന സമയം പാവം വണ്ടിയുടെ ഇടയിൽ ചെന്ന് കയറുന്ന. അങ്ങനെ കുറച്ച് പിള്ളേരാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ വളർത്തിക്കൂടെയെന്ന് ചോദിച്ചു. വലുതാക്കി നിങ്ങളങ്ങ് വിടും. അപ്പോൾ അവർ പറയണം അവരെയൊക്കെ വീടുകളിൽ ഓരോ ഡോഗുകളുണ്ട്, വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങ് പാവം തോന്നി, ഇതിനെ വണ്ടി ഇടിക്കുമല്ലോ എന്ന് ചിന്തിച്ച്. അങ്ങനെ എന്തോന്ന് ഇത് അവനെ കൊണ്ടുപോവാ, ഒരു പെച്ചങ്ങ എടുത്തോണ്ട് അതിൻ്റെ ഇടയിൽ അവനെ വന്ന് പിള്ളേർ പിടിച്ച് വണ്ടിയിലിട്ട് എന്ന് അങ്ങനെ അവനെ കൊണ്ടുവന്ന്. ഞാൻ വിചാരിച്ച് വളർത്തി കുറച്ച് വലുതാക്കിയിട്ട് അവനങ്ങ് വിടാന്ന്. പിന്നെ അവൻ പോവില്ല, നമ്മളേന്ന് പറഞ്ഞാണ് കിടക്കണത്. അന്ന് അവനെ അവിടെ റോഡിൽ ഇട്ടിരുന്നെങ്കിൽ ഏതെങ്കിലും വണ്ടിയുടെ അടിയിലായേനെ. ഹലോ സാർ എന്ത് ചെയ്യുന്നു സാർ? ഇവനാണ് നമ്മുടെ കാവല്. ഇവിടെ എങ്ങും കിടക്കട്ടെ. പക്ഷെ ഇവൻ മരിക്കണം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. സ്നേഹമാണെന്ന് പറഞ്ഞാൽ മനുഷ്യന് പോലും ഇല്ല. ഇപ്പോഴത്തെ മനുഷ്യന്റെ കാര്യം പറയാതിരിക്കുന്നത് സത്യം. വെട്ടും കുത്തും കൊലയും കിടന്ന് പരസ്പരം കിടന്ന് ഇതല്ലേ. ഇതിനൊക്കെ കൊടുക്കണമെങ്കിൽ ഇതിനൊക്കെ തീറ്റി കൊടുക്കണം. ഇരിക്കണമുള്ള മൃഗമാണ്. ഇതെന്തോന്നിത്? എന്തോന്നാടാ ഇത് പൂല ഇത്രേ ഉള്ളായിരുന്നു കിട്ടിയപ്പോ. കുഞ്ഞ് വാവയായിരുന്നു. അതിനാ തീറ്റി കൊടുക്കണം. നന്ദി അതിനുണ്ട്. അതാണ് കഥ. ഗേറ്റ് തൊട്ട അങ്ങ് അടക്കണ കൂട്ടിന്ന് അവൻ കൊര തുടങ്ങും. അതറിയാം. ഉമ്മ ഇത് നമ്മൾ വളർത്തുന്ന എന്തെങ്കിലും ചെടിയാണോ? കുറച്ച് വെറൈറ്റി ആയിട്ട് നിൽക്കുന്നു. ആണോ? കൊള്ളാം കേട്ടോ. ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ നട്ടിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അത് നമ്മൾക്ക് വരേടം കീടൊക്കെ ആവുമ്പോൾ കൊണ്ട് നടാം നമുക്ക്. ഇൻഷാ അല്ലാഹ്. അപ്പം ഞാനിങ്ങനെ തേരാപ്പാര അമ്മയുടെ കൈ കഴിക്കുമ്പം ഞാൻ കളയ്ക്കും. പക്ഷേ അമ്മ തരൂല. കളയ്ക്കണോ? ഒരു കൈ കൊണ്ട് പിടിക്കത്തില്ലല്ലോ ഇതെല്ലാം. ഒരു കൈ അടിച്ച് പോച്ച്, ഒടിഞ്ഞു പോച്ച്. അടിച്ച് നോക്കട്ടെ അമ്മ, കാണിച്ചാൽ ഇതുണ്ടോ? ഇവിടെ രണ്ട് കമ്പിയാണ്. അതെങ്ങനെ ഞാൻ പറയാം. ഒരു ദിവസം ഞാൻ എക്സാമിന് ഇങ്ങനെ പുറത്തിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അകത്തൊരു സൗണ്ട് കേട്ടു, പ്ലിങ് എന്നൊരു സൗണ്ട്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഉമ്മ വിളിച്ചില്ല. സത്യം, ഉമ്മ വിളിച്ചില്ല.
ഞാൻ ചെന്ന് നോക്കിയപ്പോൾ തറയിരിക്കണം ഇങ്ങനെ. കൈയടി കൈ വളഞ്ഞിരിക്കുന്നു. സൗണ്ട് കേട്ടില്ലേ? വിറകൊടിക്കണ പോലൊരു സൗണ്ട്. ആനേ പറഞ്ഞു കിപ്ലിംഗ് എന്നൊരു സൗണ്ട് കേട്ട്. എല്ലൊടിഞ്ഞ സൗണ്ടാണ് അത്. ഞാൻ നോക്കിയപ്പോൾ കൈക്ക് ബലം ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നു. ഇവിടെ ഈ നമ്മുടെ എല്ലിന്റെ പകുതി ജനല് തുടയ്ക്കാൻ കയറിയതാണ്. മീൻസ് ദാണ്ടേ ഈ എല്ലിന്റെ തൂങ്ങിപ്പോയി. എന്നിട്ട് ഉമ്മ എൻ്റെ അടുത്ത് പറയാണേ കൈ നോക്ക് പിടിച്ച്. ഞാനിങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് കൈ പിടിച്ചിട്ട് എങ്ങനെ കൊടയേട്. അപ്പോഴാണ് ഒരു സൗണ്ട് കേൾക്കണത് ഇതിനകത്തുനിന്ന് ക്ലിങ് ക്ലിങ് ക്ലിങ്. വിട്ടുപോയി. എല്ല് ഒടിഞ്ഞ് അതിനകത്ത് ഇരിക്കുക. ഞാൻ പക്ഷെ കുറച്ചുകൂടെ വലിച്ചിരുന്നെങ്കിൽ എല്ല് കുത്തി പുറത്ത് വന്നേനെ. ചെറുതായിട്ട് വന്ന് പുറത്ത് വരേണ്ട എന്തോ ഭാഗ്യം കൊണ്ട് പുറത്ത് വന്നില്ല. അങ്ങനെ എടുത്തുകൊണ്ട് നേരെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്ത്. അന്ന് ഇക്ക ഇവിടെ ഉള്ളതുകൊണ്ട് ഭാഗ്യം. അന്ന് പോവാൻ നിൽക്കായിരുന്നു. 2:30 ട്രെയിൻ ബുക്ക് ചെയ്യണ 12 മണിക്ക് സംഭവം നടക്കുന്നത്. അതാണ് അപ്പോഴും തന്നെ കൊണ്ടുപോയി 5 മണിയായപ്പോൾ സർജറിയും കഴിഞ്ഞു. എത്ര മണിക്കൂറത്തെ സർജറി ആയിരുന്നു? കുറേ നേരം എടുത്തു. കാരണം ഉമ്മയുടെ എല്ലിന് ഒട്ടും കട്ടിയില്ല. എന്ന് വെച്ചാൽ കൊച്ചു പിള്ളേരെ എത്ര വയസ്സ് 12 വയസ്സാ അത്രയും കണ്ട് വയസ്സുള്ള കൊച്ചുങ്ങളുടെ എല്ലിൻ്റെ കട്ടിയേ ഉമ്മാക്ക് ഉള്ളൂ. ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ, എല്ലിനൊന്നും കട്ടിയില്ല. പക്ഷെ ഇപ്പോൾ സെറ്റാണ്, കൈയൊക്കെ ഓക്കെ വരുന്നു. മുട്ടയൊക്കെ ഇഷ്ടംപോലെ മുട്ട പാല് ഇതൊക്കെ കഴിക്കാൻ അതൊക്കെ ആണ് ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പ്. നല്ല ഇങ്ങനെ ഇനി ബാക്കി ഞാൻ ചെയ്യാം. ക്യാമറ ഓഫ് ചെയ്യാം. നമുക്ക് ഇത് കുറച്ച് ചെത്തിയിട്ട് ഓഫ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മളെ മഷിത്തണ്ടാണ് ഇതാ ഇഷ്ടംപോലെ പൊടിച്ച്. ഇനിയിപ്പോൾ ഞങ്ങൾ പിച്ചി കളയാൻ പോകണുണ്ട്. വെള്ളപ്പച്ച ഇത് തോരൻ വെക്കും. ഞാൻ ഒരു ദിവസം തോരൻ വെച്ച് നല്ല ടേസ്റ്റാണിത്. കുമ്പളി തോരൻ വെച്ച് കണക്കാണ് ഇരിക്കുന്നത്. കേട്ടോ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ പുഴുത് കളയും. കണ്ടല്ലോ, ഇതാണ്. പിന്നെ ഇതാണ് തഴുതാമ. മഷിത്തണ്ടൊക്കെ നല്ല ഗുണമുള്ള സാധനമാണ്. തഴുതാമ ഇതാണ്ട. ഇത് തോരൻ വയ്ക്കും. ഇത് ക്യാൻസറിന്, കുടലിൻ്റെ അസുഖത്തിന്, പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. ഞാൻ തൊഴിലുറപ്പിന് പോകുമായിരുന്നു. 1 വർഷം വരെ തൊഴിലുറപ്പിന് പോയായിരുന്നു. തൊഴിലുറപ്പിന് പോയപ്പോഴത്തേക്ക് മെലിഞ്ഞങ്ങ് അസ്ഥിയായി ഒരുപാട് കഷ്ടപ്പെട്ട്. തൊഴിലുറപ്പിനൊക്കെ അന്ന് 1 വർഷം വരെ പോയാണ് മോക്ക് ബസ് ചാർജൊക്കെ കൊടുക്കണം. ബസ് ചാർജ് 1 വർഷം വരെ തൊഴിലുറപ്പിന് പോയി. അങ്ങനെ കൊടുക്കുമായിരുന്നു. ദിവസം 200 രൂപ വേണം അങ്ങ് വരെ പോവാനായിട്ട്. പിന്നെ വയ്യാണ്ടൊക്കെ ആയി. പിന്നെ അതിന് ശേഷമൊക്കെ നമ്മൾ വീടൊക്കെ മാറി. അങ്ങനെ എൻ്റെ നിന്ന് കൈമാറി മോള് വാങ്ങിച്ചു. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതിയല്ലേ? വൃത്തിക്കൊന്നും വേണ്ട. ഒന്നാണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നടേ, അവിടെയാണ് ആ നടഭാഗം. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നട. പക്ഷെ ഓണർ JCB കൊണ്ടുവന്ന് പെരയുടെ മൊത്തം കാടായിരുന്നു. JCB കൊണ്ടുവന്ന് ഫുള്ള് കാട് എടുത്തതായിരുന്നു. ഇവിടെയൊന്നും മിറ്റമൊന്നും ചെയ്യില്ല. മിറ്റമൊക്കെ ഞാനാണ് വൃത്തി. നമ്മൾ വരുമ്പോൾ ഈ ചെവര് തോറും കാടായിരുന്നു. ഇതാ ഇത്രയും പൊക്കത്തിനായിരുന്നു കാട് കിടന്നത്. ഞാനാണ് പിന്നെ വൃത്തിയാക്കി. നമ്മളിപ്പോൾ എടുത്താൽ കുറച്ച് സമയം വീണ്ടും പൊടിച്ചിരിക്കും. എന്നാലും നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങണട കുറച്ച് വൃത്തിയാക്കിയിടണം. ഞാൻ കൈമാറിയിരിക്കുന്നു ഗൈസ്. അപ്പം ഞാനേ ഒരു കാര്യം ചെയ്യാം. ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ പുല്ലൊക്കെ ഒന്ന് താഴും. ഞാൻ പറഞ്ഞു എടാ ഇത് പില്ലിൻ്റെ മധ്യത്തൂടെ വണ്ടി എടു. പിന്നെ അപ്പോൾ പില്ല് കുറച്ചങ്ങ് ചാഞ്ഞു പോകും അവിടെ. സത്യം. അതാണ് ഞാനിപ്പോൾ വണ്ടി ഇതിൻ്റെ നടുക്കൂടെ കയറ്റുന്നത്. സ്കൂട്ടി എടുക്കണം മധ്യത്തൂടെ. പക്ഷെ കാർ എടുക്കുമ്പോഴാണ് ഈ രണ്ട് വർഷം വീലിൻ്റെ ഭാഗം. അമ്മ ഇത് ചേനയാണോ ചേമ്പാണോ? ചേമ്പ്. എനിക്ക് ചേനയും ചേമ്പും കൊണ്ട് നട്ടതാണ്. പൊടിച്ചല്ലേ? വാഴയൊക്കെ നല്ല ഇതായി. നമുക്ക് വാഴയൊക്കെ വലുതായി. നമ്മുടെ മുമ്പത്തെ വ്ളോഗിലൊക്കെ ഈ വാഴ ചെറുതാണ്. ഇത് വലുതായി ഗൈസ്. എല്ലാം ഏത്തയാണ്. ഏത്ത. അപ്ലോഡായോ അമ്മ? അമ്മയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾ. ഇവിടെ നെറ്റുണ്ടോ? പിന്നെ അടിയിലെ കമ്പി വെച്ചേക്കണുണ്ടോ? ഇറങ്ങി പോവാതിരിക്കും. അടിയിൽ കൂടെ തോണ്ടി പോവും. വരുന്നില്ലടി. അത് ഞാൻ ചെയ്യാം. ചില ഭാഗത്ത് പുല്ലിങ്ങനെ ഒട്ടിക്കിടക്കുന്നുണ്ട്. ഒരു കൈ കൊണ്ട് ബലം പിടിക്കത്തുള്ളൂ, ഒരു കൈ കൊണ്ട് ബലം പിടിക്കത്തില്ല. അവിടെ ഞാൻ ചെയ്യാം. ഞങ്ങളിങ്ങനെ മാറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നം.
അതും ഇതാ. ഇല്ല, എന്നും പോണ ഒരു അപ്പൂപ്പ വന്നതിന് കാര്യം ചോദിക്കാം. അപ്പൂപ്പനെ തിരക്കാനായിരിക്കും. നിന്റെ അപ്പൂപ്പ വന്നില്ലേടാ? അയ്യോ, അത് ആ വേറെ അപ്പൂപ്പനല്ല, ഇത് വേറെ അപ്പൂപ്പൻ. അത് വേറെ അപ്പൂപ്പനാണല്ലേ. നിന്റെ അടുത്ത് മിണ്ടണ അപ്പൂപ്പനല്ലടാ കുട്ടാ. ഇതിൻ്റെ ഇടയിൽ പാമ്പ് കാണുന്നുണ്ട്. അയ്യോ ലിയോ, ഈ പുല്ലിൻ്റെ മണ്ടയിൽ കൂടെ നടക്കൂല. അവ ഇങ്ങനെ ഒഴിഞ്ഞു വരും കണ്ടാ, ഒഴിഞ്ഞു പോവും പുല്ലില്ലാത്ത ഭാഗം കൂടെ. അവിടെ നിന്ന് വിളിച്ചാൽ അവിടെ നിന്ന് അങ്ങ് ചേർന്ന് നടന്ന് ഇങ്ങനെ വരും. അവൻ അറിയല്ല. ഇവിടെ പുല്ല് ഞാൻ പറിച്ചിട്ടാണ് അത് ഉണങ്ങി കിടക്കണുണ്ട്. ഇവിടെ നമ്മളൊക്കെ പറിച്ചെന്നാണ്, പിച്ചി എന്നൊക്കെയാണ് പറയണല്ലേ. പിച്ചിയാ? പില്ല് പില്ല് പിച്ചിന്നാ? എന്നൊക്കെയാണ് പറയണത്. പില്ല് പറിക്കുകയല്ലേ, ചെത്തുക. നാട്ടിലോട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ കാണും കേട്ടോ സംസാരത്തിലെ. എന്തര് എന്താര് അത് നമ്മൾ പോലും അറിയാണ്ട് പറഞ്ഞു പോകുന്നതാണല്ലേ വാക്കുകൾ അങ്ങനെ പറഞ്ഞതാണ്. എന്തര് പിന്നെ അതുപോലെ കുറേ ഉണ്ട്. ഉണ്ട്. എന്തരപ്പി അപ്പി നമ്മൾ പറയാറില്ല, പക്ഷെ എന്തരപ്പി അത് നെയ്യാറ്റിൻകര ആ ഒരു പാർട്ടിലോട്ടാന്ന് തോന്നുന്നു. അതുപോലെ തള്ള തള്ള അത് നമ്മൾ തമ്മിലുള്ള സ്നേഹം കൊണ്ട് വിളിക്കണതാണ് കേട്ടോ. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിളിക്കാറുണ്ട് ഗൈസ്. അത് ഈ നാട്ടിലൊക്കെ അങ്ങനെ വിളിക്കും അമ്മമാരെയൊക്കെ. എന്തൊരു തള്ളേ, എന്തൊരു തള്ള. നമ്മൾ കൂട്ടുകാർ തമ്മിൽ അങ്ങോട്ട് വിളിക്കാറുണ്ട് തള്ളേ തള്ളേ. അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കണക്ഷൻ, ലൈക്ക് ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ തള്ളേന്ന് ദേഷ്യത്തിൽ വിളിക്കുന്ന ടോൺ വേറെയാണ് കേട്ടോ. അത് വേറെ. തള്ളേ തള്ളേ വിളിക്കാറില്ല. അത് 16 ആ ചേച്ചി തറയെ നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കുന്നു. ഇപ്പൊ പോയേക്കാം. കുന്നിക്കുരു കിടക്കണം അവിടെ മുട്ടും. ഇവിടെ കുറേ കുന്നിക്കുരു ഉണ്ട്, അത് തറയിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. ശരിക്കും ഉമ്മ എന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നത്, നീ ഇവിടെ ഇരുന്ന് പടി, ഞാൻ പുല്ല് ചെത്താം എന്ന് പറഞ്ഞു. പക്ഷെ വന്നപ്പോഴത്തേക്കും തറയിൽ പുല്ലെല്ലാം ഉറച്ചു കിടക്കുന്ന ഗൈസ്. ഞാനതുകൊണ്ട് പറിക്കാൻ പറിക്കാൻ ഇതൊക്കെ ചീത്തയായിരിക്കുമല്ലേ വേറെ ആൾക്കാർക്കൊക്കെ. ഓക്കെ, പുല്ല് ഇങ്ങനെ പുഴുവാൻ. ഓക്കെ, ഇവിടെ സാജി ലൈവിലിരുന്നൊക്കെ വിളിക്കണതൊക്കെ സാജിദാക്ക് തോന്നണ അന്ന് ചീത്തയില്ല. നമ്മുടെ നാട്ടിലൊക്കെ മുഴുത്ത ചീത്തയാണ്. അതൊന്നും ഞാൻ വീഡിയോ ചെയ്യുമ്പോ അതൊക്കെ ഞാൻ പറയും. കൈ കൊണ്ട് പറിക്കാം. പക്ഷേ പുഴുവാൻ പറ്റുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് പുഴുവാം ഗൈസ്. പക്ഷെ കൈ നല്ലപോലെ വേദനിക്കുന്നുണ്ട് കേട്ടോ, കാരണം തറയിൽ ഒട്ടിക്കിടക്കുന്ന സാധനം. ഓ, ഞാനെൻ്റെ NSS കാലഘട്ടം ഓർമ്മിക്കുന്നു. കണ്ട പോലീസ് സ്റ്റേഷനിലും പിന്നെ എവിടെയൊക്കെയോ പോയി പുല്ല് പറിച്ചു പോകണം. ഓ, ഗാന്ധി ജയന്തിയുടെ അന്ന് എല്ലാ വർഷവും പോയി പുല്ല് പറിക്കും. എന്തിനാണോ പോലീസ് സ്റ്റേഷൻ പോയി ക്ലീൻ ചെയ്യണമെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവർ വെള്ളം തരുമോ? പൊറോട്ടയും മുട്ടക്കറി സാറന്മാരാ? അല്ല, അവർ വാങ്ങിച്ചു തരും, പോലീസുകാർ മേടിച്ചു തരും. പിന്നെന്ത്? അതുകൊണ്ട് നമ്മൾ പോവായിരുന്നു. ഫ്രീ ആയിട്ട് 3 പൊറോട്ടയും ഒരു മുട്ടക്കറി. അവിടെ ഇങ്ങനെ പുഴുവാ. നല്ല രസമുണ്ട് കേട്ടോ അത്. ആദ്യമായിട്ടാണ്. ഓ, മമ്മിയുടെ തൊഴിലുറപ്പിന്റെ എക്സ്പീരിയൻസ് ആയിരിക്കും. തൊഴിലുറപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് കാലെടുക്കും. നല്ല രസമാണ് കേട്ടോ. ചോറൊക്കെ കെട്ടിപ്പോവും രാവിലെ. എന്തൊരു വെപ്രാളമാണല്ലേ. ഓ, പക്ഷെ ആ സമയത്ത് ഉമ്മ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കേട്ടോ, ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ഒരുമാതിരി കോലം. എനിക്ക് ഇപ്പം ആ ഫോട്ടോ കാണുമ്പം ഇതെന്തോന്ന് എല്ലും തോലുവാ. അത് എല്ലാം അസ്ഥി കൂടെ ആയി എൻ്റെ കോലം. പക്ഷെ ഇങ്ങനെ ഇരുന്നാൽ മതിയമ്മ. അല്ല, കുറച്ചുകൂടെ. ഇപ്പം എൻ്റെ കൈയൊക്കെ വയ്യാതായി സർജറി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ വണ്ണം വെച്ചല്ലേ, തടി വെച്ചത്. നല്ല നല്ല ആഹാരങ്ങൾ കഴിച്ചില്ലേ. ഓ, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണം. കഴിക്കാൻ പറ്റുന്ന സമയം കഴിക്കണം. അയ്യോ, നല്ല പാടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആദ്യം വാടകയ്ക്ക് പോയ വീട്ടിൽ അതൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അവിടുത്തെ അന്തരീക്ഷം പിടിക്കാത്തത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ വില്ലേജിലോട്ട് വന്നേ. അപ്പോൾ അതും ഒരു ഇഷ്യൂ ആണ്. പിന്നെ ചുറ്റുമായിട്ടൊരു കണക്ഷനും ഇല്ല, ഒരു റൂമിനകത്ത് തന്നെ കിടക്കുന്ന ഒരു ഫീല്. അമ്മ അപ്പം പറയുമായിരുന്നു, എനിക്ക് എവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി. ഒരു വെപ്രാളമാണ് നമുക്ക് ഇങ്ങനെയുള്ളടത്ത്. അതാണ് പറഞ്ഞത്. ഈ മരങ്ങളും ഇങ്ങനെയൊക്കെ കണ്ടിട്ടൊക്കെ കണ്ട് നമ്മളെ കൊണ്ട് പറ്റിയില്ല. നമ്മൾ എങ്ങനെയൊക്കെയോ എനിക്ക് എത്തി. കുറച്ചെങ്കിലുമൊക്കെ ഓരോ ദിവസം തിരിച്ച് കുറച്ച് വന്നൊരിതാകുമ്പോൾ ഞാൻ തളർന്നു ഗൈസ്.
അമ്മ സ്റ്റിൽ ഓണാണ്. ഞാൻ തളർന്നു. അവിടെ എന്തോന്നത്? ഇനി മതിയാക്കാനുണ്ട്. മതി. അയ്യോ ഇത്രയും ചെയ്ത പാട്. വെളിയായി കണ്ട. അവിടെ സിമെന്റ് ആണ്, അതാണ് ഇത്ര പാട്. അന്നേ അവള് പറഞ്ഞായിരുന്നു ഇവിടെ ഫുള്ള് സിമെന്റ് ആണ് ഇട്ടിരുന്നത്. പിന്നെ എന്താ ഇങ്ങനെ ആയിപ്പോയി? പില്ല് പിടിച്ചു കയറുന്നു. ഞാൻ കുറേ ഉള്ളി എടുത്ത് കുറച്ചൊക്കെ. പക്ഷെ പാടാണ് ഇവിടെ വരാൻ. വരില്ല ഈ പില്ലേ. മതി മതിയാക്ക്, കുറേ നേരമായി. ഇനി നാളെ ഇറങ്ങി കുറച്ച് പഠിക്കാന്നും പറഞ്ഞു വന്ന ഞാൻ. പഠിക്കണ്ട കേട്ടോ, അങ്ങനെ ഇരുന്നോ. ഞാനിപ്പം ആയി ഇത് കഴിഞ്ഞിട്ട് പഠിക്കുകയാണ്. രാത്രി സന്ധ്യ ആകുമ്പോ കയറി കിടന്ന് ഉറങ്ങും. 9 മണിയാവണം നോക്കും. തളരും. ഓ രാവിലെ എണീക്കാനുള്ള കൊണ്ട് നേരത്തെ കിടക്കണം, അതാണ് എൻ്റെ പോളിസി. ശരിക്കും നമ്മൾ 10 മണിയാകുമ്പോൾ ഉറങ്ങണം. 10:30, 11, മാക്സിമം 11. അപ്പം നമ്മൾ ഉറങ്ങണം. ഉറങ്ങണം നല്ലതാണ്. ഞാൻ ജീവിക്കണം ഉറങ്ങാനും തിന്നാനും. പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് കപ്പപ്പഴം വാങ്ങിച്ചു തരുമായിരുന്നു. ബുദ്ധി വർദ്ധിക്കുമെന്ന് പറയും ആളുകൾ കപ്പപ്പഴം കഴിച്ച. പിന്നെ അതിനുശേഷം വലുതായി കപ്പപ്പഴോ എന്നും പറഞ്ഞുകൊണ്ട്. ഇപ്പം എന്തിനാ അത് പറഞ്ഞ? ഉറങ്ങാനാണോ? തല ബുദ്ധി വർദ്ധിക്കും. ഓ, ബുദ്ധി വരെ. പഠിക്കാനാ? എല്ലാത്തിനും ബുദ്ധി. പിന്നെന്താ ഞാൻ ഇങ്ങനെ ആയിപ്പോയാ? പിന്നെന്താ ഉമ്മ ഇങ്ങനെ ആയിപ്പോയാ? ഇല്ലാതെ എനിക്ക് ബുദ്ധിയില്ലെന്ന് ആരും പറയില്ല. ശരിയാണ്, നല്ല ബുദ്ധിയാണ്. ഇത് കാട് അമ്മ മതിയാക്കുമ്മ, ഞാൻ കുറേ നേരം കൊണ്ട് പറയണത് മതിയാക്കും. കേൾക്കുന്നത് എൻ്റെ എനർജിയൊക്കെ തീർന്നു. തൊഴിലുറപ്പിന് വേണ്ടി പൈസയിൽ വീട്ടിൽ പോയി ഞാൻ. ശരിയാണ്. വാടക വീട്ടിൽ വന്നിട്ട് മുഴുവനൊക്കെ കാടെടുക്കണമായിരുന്നു. അവിടെ ആയിരുന്നപ്പോഴും ഇതുപോലെ തന്നെ എന്നെ പെരയിടം ഫുള്ള് കാടെടുക്കും. ജോലിയായിരുന്നു. അന്ന് മാറിയപ്പോൾ അതിനെ കാട്ടി കഷ്ടം. പക്ഷെ അന്ന് ചെയ്യുന്ന ജോലിനേക്കാളും എളുപ്പമില്ലേ ഇപ്പം? കുറച്ച് ഇളവില്ലേ? പണ്ടങ്ങനെയാണോ? മതിയാക്കുമ്മ. 3ാമത്തെ വാണിംഗ് ആണ് തരണത്. മതിയാക്കി മക്കളെ. രാത്രി ആകുമ്പോൾ കൈ അനക്കാൻ പറ്റൂല. ശരിയന്നെ, കൈക്ക് ഞാൻ ബലം കൊടുക്കണില്ല. അപ്പം നമ്മൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. മതിയാക്കാം. മതിയമ്മ, കുറേ നേരമായി. ഇനി നാളെ ബാക്കി. നാളെ വൈകുന്നേരം. നാളെ അവധി തന്നെയാണോ? എൻ്റെ നാളെ അവധി. ഓക്കെ, അപ്പം നാളെയും കോളേജിൽ പോകണ്ട. നാളെയും പിറ്റേത്താ ഇറങ്ങി പഠിക്കണ്ട കേട്ടാ. നാളെ പഠിക്കണം. ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല കേട്ടോ. ഇനി വൈകുന്നേരം മമ്മി പില്ലി എത്തും, ഞാൻ ഇങ്ങനെ ഇരുന്ന് പഠിക്കും. നാളെ ഞാൻ പഠിക്കും. ഓ, ഇത് ഇങ്ങനെയാണ് എന്നും പറഞ്ഞത്. എന്നിട്ട് ഞാനും വന്നിരുന്ന് കിളച്ചു. ഞാൻ വെട്ടിയപ്പോൾ നീ മേടിച്ച് വെട്ടിയതിന് ഞാനും തോന്നിയതടി. ശരിയാണ്. സ്ട്രഗിൾ ചെയ്യണ കണ്ടപ്പം ഒറ്റയ്ക്ക് ചെത്താൻ തോന്നി. ഓക്കെ, ഫോണുകൾ പറക്കും. നമ്മൾ വീട്ടിനകത്തോട്ട് കയറാൻ പോണു ഗൈസ്. പുറത്തെ വിശേഷം ഇതാണ്. ഇനി നമ്മൾ വീട്ടിനകത്താണ്. നാളെ ഈ ചെവരിൽ കിടക്കുന്നത് കൈ കൊണ്ട് വെച്ചെടുക്കണം. ഇവിടെ ചെത്തണം. അങ്ങനെ ഒരു 10 ദിവസം ആകുമ്പോൾ ചിലപ്പോൾ ശരിയാണ്. 10 ദിവസം ആകുമ്പോൾ സെറ്റാവും. 10ാമത്തെ ദിവസം ആകുമ്പോൾ ഇവിടെ നിന്ന് അടുത്ത പൊടിച്ചു തുടങ്ങും. കുളിക്കാൻ പോകുന്നു. ഈ ചൂടെടുത്ത് ഞാനും നീ നേരത്തെ കുളിച്ചതല്ലേ? ഞാൻ രാവിലെ കുളിച്ച. ഒന്നുകൂടെ കുളി. അകത്ത് കയറും. ബൈ പറയോ? ബുക്കും കൊണ്ടാ എപ്പോഴൊക്കെയാലും എൻ്റെ കയ്യിലൊരു ബുക്ക്. എന്നാണോ ആരോ എനിക്ക് കമന്റ് ഇട്ട് എപ്പോഴും എന്തിനു പെൻസിൽ പിടിച്ചോണ്ടിരിക്കുന്നതെന്ന്. ഞാൻ ബുക്കും കൊണ്ട് കിടക്കും. കയ്യിൽ പേനയുണ്ട്. പേനയുണ്ട്. അതെന്റെ ഒരു ശീലമാണ് കേട്ടോ. എന്തിനും കൊണ്ടുപോയത്? എന്തോ എഴുതാൻ വേണ്ടി കൊണ്ടുപോയത്. എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ എഴുതി. ഓക്കെ ഗൈസ്, തളർന്ന് ക്ഷീണിച്ചു പോയി, കിളച്ച് ക്ഷീണിച്ചു പോയി. ഞാൻ കുറേ കാടിങ്ങനെ പുഴുതു. കുളിക്കാൻ പോണ്. അപ്പോൾ ബായ്, ടാറ്റാ. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ.